ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ അന്തശയനത്തിനെ പറ്റിയിട്ടാണ്. അന്തശയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല. ഞങ്ങൾ മലബാറുകാർ അന്തശയനം എന്നാണ് ഇതിന് പറയുന്നത്. ചില നാട്ടിൽ നിശാഗന്ധി എന്നും ബ്രഹ്മകാമനം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം പൂ വിരിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ 20 പൂ വിരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചെടീൻ്റെ മേലെ 20 പൂ വിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് എൻ്റെ വീട്ടിൽ വിരിഞ്ഞതല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വിരിഞ്ഞതാണ്. അവിടെ രാത്രി 8 മണിയാകുമ്പോൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് എൻ്റെ വീട്ടിലെ അന്തശയനം വിരിയുന്നുണ്ട്, കാണ്ടിക്കൽ വേഗം വാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ 8 മണിക്ക് പോകുമ്പോൾ ചെറുങ്ങനെ വിരിഞ്ഞ് വരുന്നേ ഉണ്ടായിട്ടുള്ളൂ. 10-11 മണിയാകുമ്പോഴേക്കും ഇത് ഫുള്ള് വിരിഞ്ഞ് നല്ല ഭംഗി. അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് ഭംഗി മാത്രമല്ല, അതിൻ്റെ സ്മെല്ല് അടുപ്പ് വരുന്നത് നല്ല സുഖമുള്ള സ്മെല്ലാണ്. ഇത് വിരിയുന്ന സമയം നമ്മുടെ മനസ്സിൽ എന്ത് കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നടക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് എനിക്ക് നല്ല ധാരണയില്ല. ഈ ചെടി ഇപ്പം മിക്ക വീട്ടിലും കാണാനില്ല. ഈ ചെടിക്ക് അനന്തശയനം എന്നുള്ള പേര് വന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അനന്തപത്മനാഭൻ അനന്തൻ്റെ മേലെ കിടക്കുന്ന മാതിരിയാണ് ഈ പൂവിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിന് അനന്തശയനം പേര് വന്നത് എന്ന് ആൾക്കാർ പറയുന്നത്.